ഷാഫി പറമ്പിൽ എംപിയെ അകാരണമായി മർദ്ദിച്ച പോലീസുകാർക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. മർദ്ദനത്തിന് കാരണക്കാരായ 2 പോലീസുകാരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പണിഷ്മെന്റ് ട്രാൻസ്ഫറാണ് പോലീസുകാരെ തേടിയെത്തിയിരിക്കുന്നത്. 2 ഡിവൈഎസ്പിക്കെതിരായാണ് നടപടിയുണ്ടായിരിക്കുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിനെയും വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദിനെയുമാണ് അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതേസമയം എംപിയെ മർദ്ദിച്ച കേസിലല്ല പോലീസുകാരെ സ്ഥലം മാറ്റിയതെന്നാണ് സർക്കാർ നിലപാട്. സംസ്ഥാനത്ത് 23 ഡിവൈഎസ്പിമാരെയും 2 പ്രൊമോഷൻ ഡിവൈഎസ്പിമാരെയും മാറ്റി നിയമിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയും മാറ്റിയത് എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ആർ ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ SP ആയും സുനിൽകുമാറിനെ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് SP ആയിട്ടുമാണ് മാറ്റി നിയമിച്ചിട്ടുള്ളത്. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആദ്യം മുതൽക്കേ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇത് കളവാണെന്ന് പിന്നീട് തെളിഞ്ഞു. കോഴിക്കോട് റൂറൽ SP തന്നെ നേരിട്ട് വന്ന് തെറ്റ് ഏറ്റുപറഞ്ഞു. ഇതോടെയാണ് നിവൃത്തിയില്ലാതെ ആഭ്യന്തര വകുപ്പ് മർദ്ദനത്തിൽ കുറ്റക്കാരാണെന്ന് ആരോപിച്ച പോലീസുകാരെ സ്ഥലം മാറ്റിയത്. അതേസമയം 2 ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റം കണ്ണിൽ പൊടിയിടാനുള്ള നടപടി മാത്രമാണെന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ഇതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഒന്നും ഇതിൽ അവസാനിക്കുമെന്ന് കരുതേണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് എംപിയെ ആക്രമിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചത്. വടകര എംപിയെ പോലീസ് ആക്രമിക്കുന്ന വീഡിയോ അടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ആ വീഡിയോ തെളിവായി നൽകി പോലീസിനെ പൂട്ടാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. എംപിമാരുടെ പ്രത്യേക പ്രിവിലേജ് കണക്കിലെടുത്താൽ പോലീസിനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. ലോക്സഭാ സ്പീക്കർക്ക് ഈ കേസിൽ സ്വമേധയാ കേസെടുക്കാനും അതത് അതോറിറ്റികളെ കൊണ്ട് അന്വേഷണം നടത്തുവാനും അധികാരമുണ്ട്. നിലവിൽ കോൺഗ്രസ് പാർലമെന്ററി കാര്യ നേതാവ് സോണിയാഗാന്ധിയാണ്. സോണിയയ്ക്ക് നേരിട്ടോ മറ്റ് എംപിമാർ മുഖേനയോ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി സമർപ്പിക്കാം. ഷാഫി പറമ്പിൽ നേരത്തെ നൽകിയ പരാതിയിൽ സ്പീക്കർ ഓം ബിർള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് പോലീസുകാർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി ആഭ്യന്തര വകുപ്പ് കൈകഴുകിയത്. റൂറൽ SP KE ബൈജുവിനെതിരെയും നടപടി വേണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. റൂറൽ SP സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം നേരിട്ടിട്ടുള്ള സസ്പെൻഷൻ പ്രായോഗികമല്ല. എങ്കിലും ശിക്ഷാ നടപടികളിൽ നിന്ന് റൂറൽ SPക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പരാതിയിൽ കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ പേരെടുത്തു പറഞ്ഞാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതിനു പുറമെ പേരാമ്പ്ര DYSP N സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ പേരുകളും പരാമർശിക്കുന്നുണ്ട്. പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം റൂറൽ SP തന്നെ ഫോണിൽ വിളിച്ച് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞതായും ഷാഫിയെ വെളിപ്പെടുത്തിയിരുന്നു. പേരാമ്പ്രയിൽ UDF പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത്. ഇതിനിടെയാണ് ഷാഫിക്ക് ലാത്തിയടിയേറ്റത്. ആദ്യം ഇക്കാര്യം പോലീസ് നിഷേധിച്ചിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു. ഇതോടൊപ്പം വീഴ്ച മറയ്ക്കാൻ സംഘർഷത്തിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ദൃശ്യം പുറത്തുവിടുകയും ഷാഫി ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിൽ നിന്നുള്ള പ്രകോപനം ഭയന്ന് DYSPമാരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്.